ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വരുണിട്ട് വിനോദിനെ പൊതിരെ തല്ലാണ് ചെയ്യുന്നത് കേട്ടോ. റൂമിൽ നിന്നും കുറേ തല്ലി, എന്നിട്ട് വെളിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ പ്രിയ സഹിക്കാനാവാതെ കരയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അടികൂടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗീതു പറയുന്നുണ്ട്, അതെല്ലാം എൻ്റെ പ്ലാനായിരുന്നു, അവനെ തല്ലല്ലേന്ന് പറയുമ്പോൾ നമ്മുടെ രാധികാമ്മ ഗീതുവിനെ മുറുക്കെ പിടിച്ചിട്ട് ഇവിടെ നിൽക്കടിയെന്നും പറഞ്ഞിങ്ങനെ പിടിച്ച് വെക്കുകയാണ് കേട്ടോ. രാധികം എന്നെ വിടുമെന്ന് പറഞ്ഞ് ഗീതു കൈയൊക്കെ മാറ്റിയിട്ട് വേഗം വിനോദിനെ രക്ഷിക്കാനായിട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ സമയം നമ്മുടെ ഗോവിന്ദും വന്നിട്ട് പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. വരുണം വിടടാ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സമയം നമ്മുടെ ഭദ്രൻ കയ്യിൽ കിട്ടിയ ഒരു ഫ്ലവർ വേസ് എടുത്തിട്ട് നമ്മുടെ വരുണിൻ്റെ തലമണ്ടയ്ക്കിട്ട് ഒരൊറ്റ അടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് എന്നും പറഞ്ഞ് ഭദ്രൻ്റെ നേർക്കും നമ്മുടെ വരുണ് ചെല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം അവിടുന്ന് പിടിച്ചുപറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭദ്രൻ വേഗം റൂമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പ്രിയമോളുടെ അടുത്തേക്ക് കേട്ടോ, കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. ഈ സമയം നമ്മുടെ വരുൺ വീണ്ടും വിനോദിനെ ഇങ്ങനെ അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ അടിയെല്ലാം നിർത്തിയിട്ട് വിനോദ് പറയുന്നുണ്ട്, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, ഞാൻ പ്രിയയെ കൊണ്ടുപോവാണ്, എനിക്ക് എൻ്റെ മോനെ ഞാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് റൂമിലേക്ക് കയറാനായിട്ട് പോകുമ്പോൾ വീണ്ടും വരുൺ നമ്മുടെ വിനോദിനായിട്ട് പൊതിരെ തല്ലാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഭദ്രൻ കുഞ്ഞിനെ എടുക്കാനായിട്ട് അകത്ത് കയറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോകാന്നുള്ള രീതിക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രിയ അത് കാണുന്നുണ്ടല്ലോ. പ്രിയയ്ക്ക് അപ്പോൾ ഭദ്രനെ കണ്ടതോടുകൂടി കുഞ്ഞിനെ എടുത്തു പോകല്ലോ എന്നുള്ള അറിഞ്ഞതും കൂടി പെട്ടെന്ന് ഷോക്കാവാണ് ചെയ്യുന്നത് കേട്ടോ. പണ്ടത്തെ ആ ഒരു കാര്യമൊക്കെ ആലോചിക്കുകയാണ്. ഭദ്രൻ്റെ ഒരു വികൃതമായ രൂപമൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പ്രിയ. ശേഷം കുഞ്ഞിനെ എടുത്തിട്ട് പോകല്ലോ എന്നുള്ള ഇത് വന്നപ്പോൾ നമ്മുടെ പ്രിയ ഏട്ടാന്ന് ഉറക്കെ വിളിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്രിയയുടെ ആ വിളി കേൾക്കുമ്പോൾ നമ്മുടെ ഗീതുവിനും ഗോവിന്ദനും എല്ലാവർക്കും സന്തോഷമാവാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഗീതു പറയുന്നുണ്ട്, എടാ പ്രിയ സംസാരിച്ച് തുടങ്ങിയടാ, വാടാ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറി ചെല്ലാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ പ്രിയമോൾ സംസാരിക്കുന്നത് കാണുമ്പോൾ ഗോവിന്ദനും ഗീതുവിനും വിനോദിനൊക്കെ സന്തോഷമാവാണ് ചെയ്യുന്നത്. ശേഷം നമ്മുടെ ഗോവിന്ദ് നമ്മുടെ വിനോദിനെ തട്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നിൻ്റെ അടുത്തുള്ള എല്ലാ ദേഷ്യവും എനിക്ക് മാറി, കാരണം എൻ്റെ പ്രിയമോളാണ്, അവൾക്ക് നീ എന്ന് വെച്ച ജീവനാണ്, അതെനിക്ക് അറിഞ്ഞതിന് ശേഷം നിൻ്റെ അടുത്തുള്ള എല്ലാ ദേഷ്യവും മാറി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ സമയം നമ്മുടെ വരുൺ ഒരു വെട്ടുകത്തി എടുത്തിട്ട് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. നിന്നെ കൊല്ലൂടാന്നും പറഞ്ഞിട്ട് രാധികാമ്മയും പറയുന്നുണ്ട്, അവനെ വെട്ടടാ മോനെ, വെട്ടി വീഴ്ത്തടാ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗീതു പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പറയാണ്, അത് ഞങ്ങളുടെ ഒരു പ്ലാൻ ആയിരുന്നു രാധികാമ്മയെന്ന് പറയുമ്പോൾ രാധികാമ്മയും വരുണും ആകെ ചമ്മി നാറി നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ സമയം കുഞ്ഞിന് ഇടാനായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ആ സമയം നമ്മുടെ വിനോദ് കുഞ്ഞിൻ്റെ എടുത്തിട്ട് കുഞ്ഞിൻ്റെ ചെവിയിലേക്ക് മാധവ് എന്ന് 3 തവണ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ പേര് കേട്ട് നമ്മുടെ ഗോവിന്ദന് കണ്ണ് നിറയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് തവണ ഇവനെ ഈ പേര് വിളിച്ചതാണ്, ആ പേര് ഇടിയിപ്പിച്ചത് എൻ്റെ അച്ഛൻ്റെ ആത്മാവ് തന്നെയായിരിക്കും നിന്നെക്കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സന്തോഷത്തിലിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം കാണിക്കുന്നത് ഭദ്രനും വരുണും രാധികാമ്മയും തമ്മിൽ സംസാരിക്കുന്നതാണ്. ഭദ്രൻ ഭീഷണിപ്പെടുത്താൻ കേട്ടോ, എനിക്കെൻ്റെ കാശ് കിട്ടിയാൽ മതിയാവുമെന്ന്. അവസാനം നമ്മുടെ രാധികാമ്മ അത് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ 3 സംസാരിക്കുന്നത് നമ്മുടെ ഗീതുവും ഗോവിന്ദും അവിടെ നിന്ന് നോക്കുന്നുണ്ടാവും കേട്ടോ. അവർക്കൊന്നും കേൾക്കുന്നുണ്ടാവില്ല. എന്നിട്ട് ഇവരെന്തായിരിക്കും സംസാരിക്കുന്നത് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഭദ്രന് കാശ് കൊടുക്കുക എന്നുള്ള രീതിക്ക് ഭദ്രൻ അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞതായിരുന്നല്ലോ, പിന്നെ ഇവിടുന്ന് പോവാൻ അപ്പോൾ ഇവർ തമ്മിൽ എന്തോ ഒരു പന്തികേടുണ്ട്, എന്തായിരിക്കും എന്ന് പറഞ്ഞ് ഗീതു, ഞാൻ എന്തായാലും ഒന്ന് താഴോട്ട് പോയി നോക്കാം, വരുണും രാധികാമ്മയും സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുമെന്നൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗീതു ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഗീതു ശ്രമിക്കുന്നുണ്ട് അവർ സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കാനായിട്ട്. പക്ഷെ വരുണും അതുപോലെ തന്നെ രാധികാമ്മയും സംസാരിക്കുന്നത് ഗീതുവിന് കേൾക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. രാധികാമ്മ എന്നിട്ട് ഇങ്ങനെ വരുണിനടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വരുൺ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കാശ് എങ്ങനെ നമ്മൾ കൊടുക്കും എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട്, അവനെ നമുക്ക് പറ്റിക്കാം, മോളിൽ ഇടയിലൊക്കെ കള്ളനോട്ട് വെച്ചിട്ട് മുകളിൽ ശരിക്കത്തെ നോട്ട് വെച്ച് അവനെ പറ്റിക്കുക. ആ പറ്റിച്ചിട്ട് അവൻ പൈസ നോക്കുന്ന സമയത്ത് നമുക്ക് അവൻ്റെ മൊബൈലിൽ എടുത്തിട്ട് ആ വീഡിയോ അങ്ങനെ ഡിലീറ്റ് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അവനെ നമുക്ക് പറ്റിക്കുക എന്നിങ്ങനെ രീതിക്ക് പറയുകയാണ് ചെയ്യുന്നത്. ഈ സമയം നമ്മുടെ രാധികാമ്മയുടെ ഫോണിലേക്ക് അനാർക്കലി കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ കാശ് വേണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ രാധികാമ്മയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. കാശ് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ തരാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി എന്നൊക്കെ പറയുമ്പോൾ അനാർക്കലിക്ക് ദേഷ്യം വന്നിട്ട്, എന്നാൽ പിന്നെ ഞാൻ ഗോവിന്ദൻ്റെ അടുത്ത് വന്ന് എല്ലാം പറയാമെന്ന് പറയുമ്പോൾ രാധികാമ്മ എന്നാൽ പിന്നെ വന്ന് പറയും, നിനക്ക് എന്നെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ നിനക്ക് തന്നെയാണ് ദോഷം, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിനക്ക് അറിയാമല്ലോ, പിന്നെ ഒരാൾക്കും പൈസ കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനാർക്കലിക്ക് അത് മനസ്സിലാവണം കേട്ടോ. ഇവളെ വെറുപ്പിച്ചിട്ട് കാര്യമില്ലാന്ന് തോന്നുമ്പോൾ കോൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ സംസാരിക്കുന്നത് എന്താണെന്നൊന്നും ഗീതുവിന് മനസ്സിലാവുന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് ഗോഡൗണിൽ നമ്മുടെ ഭദ്രൻ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് കേട്ടോ.